ഡിയർ സ്റ്റുഡൻസ്, എൻ്റെ പേര് രമ്യ രതീഷ്. ഫസ്റ്റ് ടൈം എക്സാമിന് വേണ്ടി നമുക്ക് പ്രിപ്പയർ ചെയ്തു തുടങ്ങണം. MCQ ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിനുണ്ടാവുക. സിമ്പിളായിട്ടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആദ്യം പഠിക്കണം. കോൺസെപ്റ്റ് ക്ലിയർ ആയതിനു ശേഷം ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യനും കൂടി പ്രാക്ടീസ് ചെയ്യണം. ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ക്ലാസസ് ഓഫ് ഷെയർസ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ ഇവയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒരു കാര്യം ഓർമ്മയിലിരിക്കണം, ആഴത്തിൽ പഠിച്ചാൽ മാത്രമേ MCQ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ സ്റ്റേറ്റഡ് ഇൻ മെമ്മോറണ്ടം ഓഫ് ദി കമ്പനി ഈസ് നോൺ ആസ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, ഓതറൈസ്ഡ് ക്യാപിറ്റൽ, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. ആൻസർ എന്താണ്? ഓതറൈസ്ഡ് ക്യാപിറ്റൽ. എന്താണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ? ഇറ്റ് ഈസ് എ മാക്സിമം എമൗണ്ട് ഓഫ് ഷെയർ ക്യാപിറ്റൽ ഓഫ് ദി കമ്പനി. ഒരു കമ്പനിക്ക് ഷെയർ വഴി ഇഷ്യൂ ചെയ്യാൻ സാധിക്കുന്ന പരമാവധി എമൗണ്ട് ഓഫ് ക്യാപിറ്റലാണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ. ഇറ്റ് ഈസ് സ്റ്റേറ്റഡ് ഇൻ മെമ്മോറാണ്ടം ഓഫ് ദി കമ്പനി. കമ്പനിയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ പറഞ്ഞിരിക്കും ഓതറൈസ്ഡ് ക്യാപിറ്റൽ. കൃത്യമായി പറഞ്ഞാൽ മെമ്മോറാണ്ടത്തിലെ ക്യാപിറ്റൽ ക്ലോസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ക്യാപിറ്റലാണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ. അനദർ നെയിം ഓഫ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഈസ് രജിസ്റ്റേർഡ് ക്യാപിറ്റൽ ഓർ നോമിനൽ ക്യാപിറ്റൽ. രജിസ്റ്റേർഡ് ക്യാപിറ്റൽ എന്നും നോമിനൽ ക്യാപിറ്റൽ എന്നും ഓതറൈസ്ഡ് ക്യാപിറ്റൽ അറിയപ്പെടുന്നുണ്ട്. ഇറ്റ് ഈസ് സ്റ്റേറ്റഡ് സെപ്പറേറ്റ്ലി ഫോർ ഈച്ച് കൈൻഡ്സ് ഓഫ് ഷെയർ. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എത്രമാത്രം ഇഷ്യൂ ചെയ്യാം, അതുപോലെ തന്നെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എത്രമാത്രം ഇഷ്യൂ ചെയ്യാമെന്ന് പ്രത്യേകം പറഞ്ഞിരിക്കും. നമ്മൾ പറഞ്ഞു മാക്സിമം എമൗണ്ട് ഓഫ് ഷെയർ ക്യാപിറ്റൽ ഓഫ് ദി കമ്പനിയാണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ. അതുകൊണ്ട് തന്നെ ഇഷ്യൂഡ് ക്യാപിറ്റലിനേക്കാൾ കൂടുതലായിരിക്കും ഓതറൈസ്ഡ് ക്യാപിറ്റൽ. ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഈസ് ഗ്രേറ്റർ ദാൻ ഇഷ്യൂഡ് ക്യാപിറ്റൽ. ഒരിക്കൽ കൂടി പോയിന്റ്സ് നോക്കുക. Maximum amount of share capital of the company. It is stated in memorandum of the company. Another name, registered capital or nominal capital. It is stated separately for each kinds of share. Authorized share capital greater than issued capital. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, part of registered capital which is actually issued for subscription is called up capital, issued capital, authorized capital, subscribed capital. issued capital ആണ് ആൻസർ. ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി നോക്കുക. പാർട്ട് ഓഫ് രജിസ്റ്റേർഡ് ക്യാപിറ്റൽ. എന്താണ് രജിസ്റ്റേർഡ് ക്യാപിറ്റൽ? ഓതറൈസ്ഡ് ക്യാപിറ്റൽ തന്നെയാണ് രജിസ്റ്റേർഡ് ക്യാപിറ്റൽ. പാർട്ട് ഓഫ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ വിച്ച് ഈസ് ആക്ച്വലി ഇഷ്യൂഡ് ഫോർ സബ്സ്ക്രിപ്ഷൻ. പൊതുജനത്തിന് സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടി ഇഷ്യൂ ചെയ്യുന്ന ഓതറൈസ്ഡ് ക്യാപിറ്റലിൻ്റെ പാർട്ടാണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ. ഇഷ്യൂഡ് ക്യാപിറ്റൽ, ഇറ്റ് ഈസ് എ ക്യാപിറ്റൽ ആക്ച്വലി ഇഷ്യൂഡ് ഫോർ സബ്സ്ക്രിപ്ഷൻ. നമ്മൾ ആദ്യത്തെ സ്ലൈഡിൽ കണ്ടതാണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഈസ് ഗ്രേറ്റർ ദാൻ ഇഷ്യൂഡ് ക്യാപിറ്റൽ. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇഷ്യൂഡ് ക്യാപിറ്റൽ ഈസ് ലെസ് ദാൻ ഓതറൈസ്ഡ് ക്യാപിറ്റൽ. ഓതറൈസ്ഡ് ക്യാപിറ്റലിൻ്റെ ഒരു പാർട്ട് മാത്രമാണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ. It also includes share issued to vendors, promoters, etc. for consideration other than cash. അതായത് വെൻഡേഴ്സിനും പ്രൊമോട്ടേഴ്സിനും ഒക്കെ പണം വാങ്ങാതെ ഒരു കൺസിഡറേഷനായിട്ട് ഇഷ്യൂ ചെയ്യുന്ന ഷെയറും ഇഷ്യൂഡ് ക്യാപിറ്റലിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ദി പാർട്ട് ഓഫ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ നോട്ട് ഓഫേർഡ് ഫോർ സബ്സ്ക്രിപ്ഷൻ ഈസ് നോൺ ആസ് അൺഇഷ്യൂഡ് ക്യാപിറ്റൽ. ഓതറൈസ്ഡ് ക്യാപിറ്റലിൻ്റെ ഇഷ്യൂ ചെയ്യാത്ത പാർട്ടിനെ അൺഇഷ്യൂഡ് ക്യാപിറ്റൽ എന്നാണ് പറയുന്നത്. ഒരിക്കൽ കൂടി പോയിന്റ് നോക്കുക. ഇറ്റ് ഈസ് എ ക്യാപിറ്റൽ ആക്ച്വലി ഇഷ്യൂഡ് ഫോർ സബ്സ്ക്രിപ്ഷൻ. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ. ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ് ഷെയർ ഇഷ്യൂഡ് ടു വെൻഡേഴ്സ്, പ്രൊമോട്ടേഴ്സ്, എക്സെട്ര ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്. ദ പാർട്ട് ഓഫ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ നോട്ട് ഓഫേർഡ് ഫോർ സബ്സ്ക്രിപ്ഷൻ ഈസ് നോൺ ആസ് അൺഇഷ്യൂഡ് ക്യാപിറ്റൽ. Third question, part of issued capital which is taken up by the public is called up capital, paid up capital, authorized capital,
സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. ആൻസർ എന്താണ്? സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ ഈസ് എ പാർട്ട് ഓഫ് ഇഷ്യൂഡ് ക്യാപിറ്റൽ വിച്ച് ഈസ് സബ്സ്ക്രൈബ്ഡ് ബൈ ദി പബ്ലിക്. കമ്പനി ഇഷ്യൂ ചെയ്തതിൽ പൊതുജനം എത്രമാത്രമാണോ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ആ ക്യാപിറ്റലിനെയാണ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇഷ്യൂഡ് ക്യാപിറ്റലിൻ്റെ ഒരു പാർട്ടാണ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. അതുകൊണ്ട് ഇഷ്യൂഡ് ക്യാപിറ്റൽ ഈസ് ഗ്രേറ്റർ ദാൻ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. ദി ബാലൻസ് ഓഫ് ഇഷ്യൂഡ് ക്യാപിറ്റൽ ഈസ് നോട്ട് സബ്സ്ക്രൈബ്ഡ് ബൈ ദി പബ്ലിക് ഈസ് നോൺ ആസ് അൺസബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. പോയിന്റ്സ് ഒരിക്കൽ കൂടി നോക്കുക. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഇഷ്യൂഡ് ക്യാപിറ്റൽ വിച്ച് ഈസ് സബ്സ്ക്രൈബ്ഡ് ബൈ ദി പബ്ലിക്. ഇഷ്യൂഡ് ക്യാപിറ്റൽ ഈസ് ഗ്രേറ്റർ ദാൻ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. The balance of issued capital is not subscribed by the public is known as unsubscribed capital. നാലാമത്തെ ക്വസ്റ്റ്യൻ. പാർട്ട് ഓഫ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ വിച്ച് ഹാസ് ബീൻ കോൾഡ് ഫോർ പേയ്മെൻറ്റ് ഈസ് നോൺ ആസ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, ഓതറൈസ്ഡ് ക്യാപിറ്റൽ, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. എന്താണ്? പൊതുജനം സബ്സ്ക്രൈബ് ചെയ്തതിൽ എത്രമാത്രമാണോ കമ്പനി കോള് വിളിച്ചിരിക്കുന്നത് ആ ക്യാപിറ്റലിന് പറയുന്ന പേരാണ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ. ഷെയറിൻ്റെ പൂർണ്ണമായിട്ടുള്ള വില പല തവണകളായിട്ടാണ് കമ്പനി വാങ്ങുന്നത്. ഇതിനെ കോള് വിളിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ പൊതുജനം സബ്സ്ക്രൈബ് ചെയ്തതിൽ എത്രമാത്രമാണോ കമ്പനി കോള് വിളിച്ചിരിക്കുന്നത് ആ ക്യാപിറ്റലാണ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ. സബ്സ്ക്രൈബ് ക്യാപിറ്റലിൻ്റെ ഒരു പാർട്ടാണ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ. അതുകൊണ്ട് തന്നെ കോൾഡ് അപ്പ് ക്യാപിറ്റൽ ഈസ് ലെസ് ദാൻ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ subscribed capital is greater than called up capital. Part of subscribed capital which has not been called up is known as uncalled capital. പൊതുജനം സബ്സ്ക്രൈബ് ചെയ്തതിൽ കോള് വിളിക്കാത്ത പാർട്ടിനെ എന്തെന്ന് പറയുന്നു? അൺകോൾഡ് ക്യാപിറ്റൽ. പോയിന്റ്സ് ഒരിക്കൽ കൂടി നോക്കുക. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ വിച്ച് ഹാസ് ബീൻ കോൾഡ് ഫോർ പേയ്മെൻറ്റ്. കോൾഡ് അപ്പ് ക്യാപിറ്റൽ ഈസ് ലെസ് ദാൻ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. Part of subscribed capital which has not been called up is known as uncalled capital. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. The amount of called up capital which has been actually paid by the shareholders is called up capital, paid up capital, authorized capital, subscribed capital. ആൻസർ എന്താണ്? പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. കമ്പനി കോള് വിളിച്ചതിൽ എത്രമാത്രം എമൗണ്ട് ഷെയർ ഹോൾഡേഴ്സ് നൽകിയിട്ടുണ്ട് അതിനെയാണ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ദി എമൗണ്ട് ഓഫ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ വിച്ച് ഹാസ് ബീൻ ആക്ച്വലി പെയ്ഡ് ബൈ ദി ഷെയർ ഹോൾഡേഴ്സ് ഈസ് കോൾഡ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. കമ്പനി കോള് വിളിച്ചതിൽ എത്രമാത്രമാണോ ഷെയർ ഹോൾഡേഴ്സ് നൽകിയിരിക്കുന്നത് അതിനെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നു. ദി അൺപെയ്ഡ് പോർഷൻ ഓഫ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ ഈസ് കോൾസ് ഇൻ അരിയേഴ്സ് ഓർ അൺപെയ്ഡ് ക്യാപിറ്റൽ. കോള് വിളിച്ചതിൽ എത്രമാത്രം പണമാണോ ഷെയർ ഹോൾഡേഴ്സ് നൽകാത്തത് അതിനെ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് വീഴ്ച വരുത്തിയ പണത്തിനെ കോൾസ് ഇൻ അരിയേഴ്സ് എന്നോ അല്ലെങ്കിൽ അൺപെയ്ഡ് ക്യാപിറ്റൽ എന്നോ പറയുന്നു. പോയിന്റ്സ് ഒരിക്കൽ കൂടി നോക്കുക. ദി എമൗണ്ട് ഓഫ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ വിച്ച് ഹാസ് ബീൻ ആക്ച്വലി പെയ്ഡ് ബൈ ദി ഷെയർ ഹോൾഡേഴ്സ് ഈസ് കോൾഡ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. The unpaid portion of called up capital is calls in arrears or unpaid capital. ആറാമത്തെ ക്വസ്റ്റ്യൻ. പാർട്ട് ഓഫ് uncalled capital which has been reserved by a special resolution of the company to be called only in the event of winding up. Reserved capital, uncalled capital, subscribed capital, registered capital. ആൻസർ എന്താണ്? റിസർവ് ക്യാപിറ്റൽ. വൈൻഡിങ് അപ്പ് എന്ന് പറഞ്ഞാൽ കമ്പനി കംസ് ടു ആൻ എൻഡ്. ഒരു കമ്പനി അവസാനിക്കുന്ന പ്രോസസ്സാണ് വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത്. ഈ വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് ഉപയോഗിക്കുന്നതിന് വേണ്ടി ഒരു കരുതലായി സ്പെഷ്യൽ റെസൊല്യൂഷൻ വഴി മാറ്റിവെച്ചിരിക്കുന്ന അൺകോൾഡ് ക്യാപിറ്റലിൻ്റെ പാർട്ടാണ് റിസർവ് ക്യാപിറ്റൽ. ഒരിക്കൽ കൂടി പറയാം. കമ്പനിയുടെ വൈൻഡിങ് അപ്പ് സമയത്ത് ഉപയോഗിക്കുന്നതിന് വേണ്ടി ഒരു കരുതലായി സ്പെഷ്യൽ റെസൊല്യൂഷൻ വഴി മാറ്റിവെച്ചിരിക്കുന്ന അൺകോൾഡ് ക്യാപിറ്റലിൻ്റെ പാർട്ടാണ് റിസർവ് ക്യാപിറ്റൽ. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് അൺകോൾഡ് ക്യാപിറ്റൽ വിച്ച് ഈസ് കോൾഡ് ഇൻ ദി ഇവൻറ്റ് ഓഫ് വൈൻഡിങ് അപ്പ്. വൈൻഡിങ് അപ്പിൻ്റെ സമയത്താണ് റിസർവ് ക്യാപിറ്റലിൻ്റെ പ്രയോജനമുണ്ടാവുക.
ഇറ്റ് ഈസ് നോട്ട് മാൻഡേറ്ററി ടു ഹാവ് റിസർവ് ക്യാപിറ്റൽ. ഇത് കമ്പൽസറി ഒന്നുമല്ല റിസർവ് ക്യാപിറ്റൽ വേണം എന്നത്. ഇറ്റ് കനോട്ട് യൂസ് ഇറ്റ് ഫോർ റൈറ്റ് ഓഫ് ക്യാപിറ്റൽ ലോസ്. ഓർത്തിരിക്കുക, ക്യാപിറ്റൽ ലോസ് റൈറ്റ് ഓഫ് ചെയ്യാനൊന്നും റിസർവ് ക്യാപിറ്റൽ ഉപയോഗിക്കാനായിട്ട് പാടില്ല. ഇറ്റ് നോട്ട് ഡിസ്ക്ലോസ്ഡ് ഇൻ ദി ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൽ റിസർവ് ക്യാപിറ്റൽ ഉൾക്കൊള്ളിക്കുന്നില്ല. സ്പെഷ്യൽ റെസൊല്യൂഷൻ ഈസ് റിക്വയർഡ് ഫോർ റിസർവ് ക്യാപിറ്റൽ. റിസർവ് ക്യാപിറ്റലായിട്ട് ക്യാപിറ്റൽ മാറ്റി വയ്ക്കണമെങ്കിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ അത്യാവശ്യമാണ്. പോയിൻറ്റ്സ് നോക്കുക. പാർട്ട് ഓഫ് അൺകോൾഡ് ക്യാപിറ്റൽ വിച്ച് ഈസ് കോൾഡ് ഇൻ ദി ഇവൻറ്റ് ഓഫ് വൈൻഡിങ് അപ്പ്. It is not mandatory to have reserve capital. It cannot use it for right of capital loss. It not disclosed in the balance sheet. Special resolution is required for reserve capital. ഏഴാമത്തെ ക്വസ്റ്റ്യൻ. Preferential shareholders have preferential right to dividend only, management of the company, repayment of capital only, dividend and repayment of capital. പ്രിഫറൻഷ്യൽ ഷെയർ ഹോൾഡേഴ്സിന് എന്തിൻ്റെയൊക്കെ കാര്യത്തിൽ മുൻഗണന കിട്ടും? ഡിവിഡൻറ്റിൻ്റെയും റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ കാര്യത്തിലും മുൻഗണന കിട്ടുന്നതാണ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനേക്കാൾ മുൻപ് പ്രിഫറൻഷ്യൽ ഷെയർ ഹോൾഡേഴ്സിനെ പരിഗണിക്കണം. ഡിവിഡൻറ്റ് കൊടുക്കുമ്പോഴും പരിഗണിക്കണം, ക്യാപിറ്റൽ റീപേ ചെയ്യുമ്പോഴും പ്രിഫറൻഷ്യൽ ഷെയർ ഹോൾഡേഴ്സിനെ പരിഗണിച്ചിട്ട് വേണം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ പരിഗണിക്കുന്നതിന്. പോയിൻറ്റ്സ് നോക്കാം. ഇറ്റ്സ് എൻജോയ് സർട്ടൻ പ്രിഫറൻഷ്യൽ റൈറ്റ്സ് ഓവർ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഇല്ലാത്ത ചില മുൻഗണനകൾ പ്രിഫറൻഷ്യൽ ഷെയർ ഹോൾഡേഴ്സിന് ലഭിക്കും. എന്തിൻ്റെയൊക്കെ കാര്യത്തിലാണ്? പ്രിഫറൻഷ്യൽ റൈറ്റ് ടു ഡിവിഡൻഡ് ആൻഡ് റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ. ഡിവിഡൻറ്റ് കിട്ടുന്ന കാര്യത്തിലും ക്യാപിറ്റൽ റീപേ ചെയ്യുന്ന കാര്യത്തിലും മുൻഗണന കിട്ടും. അടുത്ത പോയിൻറ്റ്. ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻറ്റ്. എത്ര പെർസെൻറ്റേജ് ഡിവിഡൻ്റ് ആണ് പ്രിഫറൻഷ്യൽ ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്നത് എന്ന് മുൻകൂട്ടി ഫിക്സ് ചെയ്തതാണ്. അതേസമയം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ കാര്യം എങ്ങനെയാണ്? ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് അല്ല അവർക്ക് കിട്ടുന്നത്. ഓരോ വർഷവും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് തീരുമാനിക്കുന്ന റേറ്റിലാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കിട്ടുക. Cumulative preference shares carry the right to receive arrears of dividend. ഏതെങ്കിലും ഒരു വർഷത്തിൽ ഡിവിഡൻഡ് കൊടുക്കാൻ സാധിച്ചില്ല എങ്കിൽ ആ ഡിവിഡൻഡ് കൂടി അടുത്ത വർഷം കിട്ടുന്ന ഷെയർ ഹോൾഡേഴ്സാണ് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഹാവ് റൈറ്റ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദി റിമൈനിങ് പ്രോഫിറ്റ്. അതായത് സർപ്ലസ് പ്രോഫിറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരമുള്ള ഷെയർ ഹോൾഡേഴ്സാണ് പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. അവർക്ക് കിട്ടുന്ന ഡിവിഡൻഡ് കൂടാതെ സർപ്ലസ് പ്രോഫിറ്റിലും കൂടി അവർക്ക് മുൻഗണന കിട്ടുന്നുണ്ട്. അങ്ങനത്തെ ഷെയർ ഹോൾഡേഴ്സാണ് പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ക്യാരി എ റൈറ്റ് ടു കൺവേർട്ടഡ് ഇൻ ടു ഇക്വിറ്റി ഷെയർ. ഒരു നിശ്ചിത സമയത്തിന് ശേഷം ഇക്വിറ്റി ഷെയറായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സാണ് കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ക്യാൻ റെഡീംഡ് ബൈ ദി കമ്പനി. റെഡീം ചെയ്യാൻ പറ്റുന്ന പ്രിഫറൻസ് ഷെയർസാണ് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്. റിഡംഷൻ എന്ന് വെച്ചാൽ കമ്പനി ബൈയിങ് ഇറ്റ്സ് ഓൺ ഷെയർസ് ആൻഡ് റീപേയ്മെൻറ്റ് ഓഫ് ദി മണി ടു ഷെയർ ഹോൾഡേഴ്സ്. കമ്പനി നൽകിയ പ്രിഫറൻസ് ഷെയർസ് മടക്കി വാങ്ങുന്നതിനെയാണ് റിഡംഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ റിഡീം ചെയ്യാവുന്ന പ്രിഫറൻസ് ഷെയർസാണ് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്. കമ്പനീസ് ആക്റ്റിൽ പറയുന്നുണ്ട് 20 വർഷത്തിനുള്ളിൽ റിഡംഷൻ നടത്തിയിരിക്കണം. റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്തിരിക്കണം 20 വർഷത്തിനുള്ളിൽ. 20 വർഷത്തിൽ കൂടാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ കമ്പനീസ് ആക്റ്റിൽ ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാനായിട്ടുള്ള പെർമിഷൻ നൽകിയിട്ടില്ല. ഒരിക്കൽ കൂടി നോക്കുക. ഇറ്റ്സ് എൻജോയ് സർട്ടൻ പ്രിഫറൻഷ്യൽ റൈറ്റ് ഓവർ ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻഷ്യൽ റൈറ്റ് ടു ഡിവിഡൻഡ് ആൻഡ് റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ, ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ്. ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് ക്യാരി ദ റൈറ്റ് ടു റിസീവ് അരിയേഴ്സ് ഓഫ് ഡിവിഡൻഡ്. Participating preference shares have right to participate in the remaining profit. Convertible preference shares carry right to be converted into equity share.
Redeemable preference shares can be redeemed by the company. Companies Act does not permit the issue of irredeemable preference shares. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഓർഡിനറി ഷെയർസ് ആർ ഓൾസോ കോൾഡ് ഇക്വിറ്റി ഷെയർ, ഫൗണ്ടേഴ്സ് ഷെയർ, ഡിഫേർഡ് ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ്. ഓർഡിനറി ഷെയർസ് എന്നറിയപ്പെടുന്നത് ഇക്വിറ്റി ഷെയർ ആണ്. ഇക്വിറ്റി ഷെയർസ് ഡു നോട്ട് എൻജോയ് പ്രിഫറൻഷ്യൽ റൈറ്റ് ഒന്നും കിട്ടാത്ത ഷെയർസാണ് ഇക്വിറ്റി ഷെയർസ്. ആക്ച്വൽ ഓണേഴ്സ് ഓഫ് ദി കമ്പനി, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെയാണ് നമ്മൾ ആക്ച്വൽ ഓണേഴ്സായിട്ട് പരിഗണിച്ചിരിക്കുന്നത്. ഹയസ്റ്റ് റിസ്ക്, ഏറ്റവും കൂടുതൽ റിസ്ക് ഏറ്റെടുക്കുന്നവരാണ് ഇക്വിറ്റി ഷെയർസ്. ഡു നോട്ട് ഗെറ്റ് ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ്, ഇക്വിറ്റി ഷെയർസ് ഹോൾഡേഴ്സിൻ്റെ ഡിവിഡൻഡ് ഫിക്സഡ് റേറ്റിലൊന്നും അല്ല, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അതാത് വർഷം തീരുമാനിക്കുന്ന റേറ്റിലാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കിട്ടുക. ബോണസ് ഷെയർസ് ക്യാൻ ബി ഇഷ്യൂ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ബോണസ് ഷെയർ ലഭിക്കാനുള്ള അവകാശം എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനുണ്ട്. ഇക്വിറ്റി ഷെയർ കനോട്ട് ബി ഇഷ്യൂഡ് ഫോർ ദ പർപ്പസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് പകരമായിട്ട് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യാനായിട്ട് പാടില്ല. പോയിന്റ്സ് ഒരിക്കൽ കൂടി നോക്കുക. ഡു നോട്ട് എൻജോയ് പ്രിഫറൻഷ്യൽ റൈറ്റ്, ആക്ച്വൽ ഓണേഴ്സ് ഓഫ് ദി കമ്പനി, ഹയസ്റ്റ് റിസ്ക്, ഡു നോട്ട് ഗെറ്റ് ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ്, ബോണസ് ഷെയർ ക്യാൻ ബി ഇഷ്യൂഡ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്, ഇക്വിറ്റി ഷെയർസ് കനോട്ട് ബി ഇഷ്യൂഡ് ഫോർ ദ പർപ്പസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിവിഡൻഡ്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യത്തെക്കുറിച്ചൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓർത്ത് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നോമിനൽ ഷെയർ ക്യാപിറ്റൽ ഈസ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ. ഓതറൈസ്ഡ് ക്യാപിറ്റലിൻ്റെ മറ്റൊരു പേരാണ് നോമിനൽ ഷെയർ ക്യാപിറ്റൽ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ഷെയർ ക്യാപിറ്റൽ. പത്താമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ? ഇതിൽ ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഈസ് ഗ്രേറ്റർ ദാൻ ഇഷ്യൂഡ് ക്യാപിറ്റൽ മാത്രമാണ് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഓർത്തിരിക്കുക, ഏറ്റവും കൂടുതൽ ഉള്ള എമൗണ്ട് ഓതറൈസ്ഡ് ക്യാപിറ്റലാണ്. ഓതറൈസ്ഡ് ക്യാപിറ്റൽ കഴിഞ്ഞാൽ ഇഷ്യൂഡ് ക്യാപിറ്റലാണ്. ഇഷ്യൂഡ് ക്യാപിറ്റൽ കഴിഞ്ഞാൽ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റലാണ്. സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ കഴിഞ്ഞാൽ കോൾഡ് അപ്പ് ക്യാപിറ്റലാണ്. കോൾഡ് അപ്പ് ക്യാപിറ്റൽ കഴിഞ്ഞാൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റലാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ സീക്വൻസ് ഒരിക്കൽ കൂടി ഓർക്കുക. ഓതറൈസ്ഡ് ക്യാപിറ്റൽ, ഇഷ്യൂഡ് ക്യാപിറ്റൽ, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ, കോൾഡ് അപ്പ് ക്യാപിറ്റൽ, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. 11ാമത്തെ ക്വസ്റ്റ്യൻ, ഓതറൈസ്ഡ് ക്യാപിറ്റൽ മെൻഷൻ ഇൻ ദി, നമുക്കറിയാം മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിലെ ക്യാപിറ്റൽ ക്ലോസിലാണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. 12ാമത്തെ ക്വസ്റ്റ്യൻ, അനദർ നെയിം ഓഫ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഏതാണ്? രജിസ്ട്രേഡ് ക്യാപിറ്റൽ അല്ലെങ്കിൽ നോമിനൽ ഷെയർ ക്യാപിറ്റൽ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഷെയർ ഹോൾഡേഴ്സ് ക്യാരി ദ റൈറ്റ് ടു റിസീവ് അരിയേഴ്സ് ഓഫ് ഡിവിഡൻഡ് ബിഫോർ ഡിവിഡൻഡ് ഈസ് പെയ്ഡ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്? നമുക്കറിയാം അരിയേഴ്സ് ഓഫ് ഡിവിഡൻഡ് ലഭിക്കാൻ അർഹതയുള്ളത് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനാണ്. അവർക്ക് ഒരു വർഷം ഡിവിഡൻഡ് കിട്ടിയില്ല എങ്കിൽ അടുത്ത വർഷം ഇതിനു മുമ്പുണ്ടായിരുന്ന വർഷത്തെ കൂടി ഡിവിഡൻഡ് കിട്ടാൻ അർഹതയുണ്ട്. അങ്ങനെയുള്ള ഷെയർ ഹോൾഡേഴ്സാണ് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാപിറ്റൽ ഈസ് നോട്ട് ഷോൺ ഇൻ ദി കമ്പനീസ് ബാലൻസ് ഷീറ്റ്? ഏത് ക്യാപിറ്റലാണ് ബാലൻസ് ഷീറ്റിൽ ഉൾപ്പെടുത്താത്തത്? റിസർവ് ക്യാപിറ്റലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദി ഷെയർസ് ഓൺ വിച്ച് ദർ ഈസ് നോ എനി ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഫ്ലക്ച്വേറ്റിംഗ് എവറി ഇയർ അക്കോർഡിംഗ് ടു അവൈലബിലിറ്റി ഓഫ് പ്രോഫിറ്റ്. നമുക്കറിയാം പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ആണ് കിട്ടുക. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനാണ് അതാത് വർഷം തീരുമാനിക്കുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് തീരുമാനിക്കുന്ന റേറ്റ് ഓഫ് ഡിവിഡൻഡ് കിട്ടുക. പ്രോഫിറ്റ് ഉള്ളതിനനുസരിച്ചിട്ടായിരിക്കും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കിട്ടുക. അടുത്ത ക്വസ്റ്റ്യൻ, ഇക്വിറ്റി ഷെയർ കനോട്ട് ബി ഇഷ്യൂഡ് ഫോർ ദ പർപ്പസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിവിഡൻഡ്. നമ്മൾ പഠിച്ചിരുന്നു, ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് പകരമായിട്ട് ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യാനായിട്ട് പാടില്ല. അടുത്ത ക്വസ്റ്റ്യൻ, വെൻ ഫുൾ എമൗണ്ട് ഈസ് ഡ്യൂ ഓൺ എനി കോൾ ബട്ട് ഇറ്റ് ഈസ് നോട്ട് റിസീവ്ഡ് ദെൻ ദി ഷോർട്ട് ഫാൾ ഈസ് ഡെബിറ്റഡ് ടു കോൾസ് ഇൻ അരിയേഴ്സ്. അതായത് കോള് വിളിച്ചതിൽ
എമൗണ്ട് കിട്ടാത്ത എമൗണ്ടിനെ ഏത് അക്കൗണ്ടിലാണ് ഡെബിറ്റ് ചെയ്യുന്നത്? കോൾസ് ഇൻ അരിയേഴ്സ് എന്ന അക്കൗണ്ടിലാണ് ഡെബിറ്റ് ചെയ്യുന്നത്. കോൾ ചെയ്തതിലെ അൺപെയ്ഡ് പോർഷനാണ് കോൾസ് ഇൻ അരിയേഴ്സ്. അത് കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യപ്പെടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ക്യാപിറ്റൽ ഇൻക്ലൂഡഡ് ഇൻ ദി ലയബിലിറ്റീസ് ഓഫ് ദി കമ്പനി ഈസ് കോൾഡ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. പെയ്ഡ് അപ്പ് ക്യാപിറ്റലാണ് കമ്പനിയുടെ ലയബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. അതായത് പൊതുജന എത്രമാത്രം എമൗണ്ട് നമുക്ക് നൽകിയിട്ടുണ്ടോ അത് കമ്പനിയുടെ ലയബിലിറ്റിയാണ്. അത് തിരിച്ചു കൊടുക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. എന്നാൽ അൺപെയ്ഡ് പോർഷനുള്ള ബാധ്യത നമുക്കില്ല. എത്രമാത്രം എമൗണ്ടാണോ പൊതുജനം നൽകിയിരിക്കുന്നത്, പെയ്ഡപ്പ് ആയിട്ട് നൽകിയിരിക്കുന്നത്, അതിൻ്റെ ലയബിലിറ്റി കമ്പനിക്കുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, എമൗണ്ട് ഓഫ് കോൾസ് ഇൻ അരിയേഴ്സ് ഈസ് ഡിഡക്റ്റഡ് ഫ്രം ഷെയർ ക്യാപിറ്റൽ. അതായത് അൺപെയ്ഡ് ആയിട്ടുള്ള പോർഷൻ നമ്മൾ എന്ത് ചെയ്യണം? ഷെയർ ക്യാപിറ്റലിൽ നിന്നും കുറയ്ക്കണം. കാരണം അത്രയും അൺപെയ്ഡ് ആയിട്ടുള്ള പോർഷൻ്റെ ബാധ്യത കമ്പനിക്കില്ല. അതുകൊണ്ട് ഷെയർ ക്യാപിറ്റലിൽ നിന്ന് ആ എമൗണ്ട് കുറച്ചിട്ട് വേണം ബാലൻസ് ഷീറ്റിൽ കാണിക്കാനായിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആർ ഓണേഴ്സ് ഓഫ് ദി കമ്പനി. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ നമ്മൾ കമ്പനിയുടെ ഉടമയായിട്ടാണ് പരിഗണിക്കുന്നത്. ഷെയർ ഹോൾഡേഴ്സ് ഗെറ്റ് ഡിവിഡൻഡ്. ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന റിട്ടേണിന് ഡിവിഡൻഡ് എന്നാണ് പറയുന്നത്. റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ മസ്റ്റ് ബി റെഡീംഡ് വിത്തിൻ 20 years. 20 വർഷത്തിനുള്ളിൽ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് റെഡീം ചെയ്തിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, ദി കമ്പനീസ് ആക്ട് 2030 ഡസ് നോട്ട് പെർമിറ്റ് ഇഷ്യൂ ഓഫ് ഇറെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്. ഇറെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാനുള്ള പെർമിഷൻ കമ്പനീസ് ആക്ട് 2030 വഴി നൽകിയിട്ടില്ല. വിച്ച് ഷെയർ ഹോൾഡേഴ്സ് ക്യാരി റൈറ്റ് ടു കൺവേർട്ടഡ് ഇൻ ടു ഇക്വിറ്റി ഷെയർ. ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന പ്രിഫറൻസ് ഷെയറാണ് കൺവേർട്ടിബിൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഹാവ് വോട്ടിംഗ് റൈറ്റ്സ്. വോട്ടിംഗ് റൈറ്റ്സ് ഉള്ള ഷെയർസാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ചില സാഹചര്യത്തിൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനും വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ട്. എന്നാൽ എപ്പോഴും വോട്ടിംഗ് റൈറ്റ്സ് ഉള്ള ആളുകളാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. അതുകൊണ്ട് എക്സാക്റ്റ് ആയിട്ടുള്ള ആൻസർ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റു കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യണേ. ഇനിയും ഇതുപോലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.